എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോന്നെ നായനയെ കാണാതെ വന്നപ്പോ ആദർശ് ആ പടം സമനില തെറ്റുപോലെ ആയി പോവാണ്. ആദർശ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല നയന പോയി കഴിയുമ്പോൾ ഇത്രമാത്രം ബുദ്ധിമുട്ട് തനിക്ക് ഉണ്ടാവുന്നുള്ളത്. കണ്ണുള്ളപ്പോ കണ്ട കാഴ്ച അറിയത്തില്ലെന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ആദർശന് സംഭവിച്ചത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു നയനയെ പോയി കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം ജയൻ ആദർശനോട് പറയുന്നുണ്ട്. പക്ഷെ ആദർശിന്റെ ഈഗോ അങ്ങോട്ട് സമ്മതിച്ചില്ല. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവള് വരട്ടെ, അല്ലെങ്കിൽ മുത്തശ്ശന് പോയി വിളിച്ചോണ്ട് വരട്ടെ എന്നൊക്കെയാണ് ആദർശ് പറഞ്ഞത്. പക്ഷേങ്കിൽ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആദർശിന് വീണ്ടും വല്ലാത്ത വിഷമം. നയന ഇല്ലാത്തതുകൊണ്ട് അവളുണ്ടെങ്കിൽ ഒരു കാര്യം അവളോട് പറയേണ്ട ആവശ്യമില്ല. തന്റെ കാര്യം എന്നല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കാര്യം നോക്കിയും കൊണ്ടും അവള് ചെയ്യും. അങ്ങനെ ആകെപ്പാടെ വിഷമത്തിലായി ആദർശ്. പിന്നീട് മുത്തശ്ശന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശന്റെ മുറിയിൽ ചെന്നിട്ട് ആദർശ് ചോദിച്ചു, മെഡിസിനൊക്കെ കഴിച്ചോന്ന് ചോദിക്കണം. അതൊക്കെ കഴിച്ചു മോനേന്ന് മുത്തശ്ശി പറയാം. ഞാൻ അതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നയനമോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഏത് മെഡിസിനാ രാവിലെ കൊടുക്കണ്ടേന്നൊക്കെ. അത് ഞാൻ എടുത്ത് കൊടുത്തെന്ന് പറയാം. അല്ല, നീ നയനമോളെ വിളിച്ചോന്ന് ആദർശനോട് ചോദിക്കുക. അല്ല, ഞാൻ വിളിച്ചില്ല. പിന്നെയോ? അപ്പൊ ആദർശ് ഒന്നും മിണ്ടിയില്ല. ഞാനിന്ന് പോകുന്ന വഴിക്ക് അവളെ കണ്ടിട്ട് നടക്കാൻ പോയ സമയത്ത് അവളെ കണ്ടായിരുന്നു പറയാ. ആണോ? മോൾ എന്ത് പറഞ്ഞെന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അവള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല മുത്തശ്ശ. അല്ല, നീ അവളോട് ചോദിച്ചില്ല അതിനെക്കുറിച്ച്? ഞാൻ ചോദിച്ചില്ല. അവൾക്ക് ഇഷ്ടമുള്ളപ്പോ വരട്ടെ, ഞാനായിട്ട് അവളെ നിർബന്ധിക്കാൻ പോകുന്നില്ല. അവൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ തോന്നെങ്കിൽ അവള് വരട്ടെ എന്ന് പറയാ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ, അന്നെങ്കിൽ പിന്നെ നയനമോൾ കുറെ ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം നിനക്ക് എപ്പോഴാ തോന്നുന്ന വെച്ചാൽ നീ പോയി വിളിച്ചാൽ മതി. അല്ലാതെ മോളായിട്ട് ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവള് മനസമാധാനത്തോടെ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറയാം. അപ്പൊ ആദർശ് പറഞ്ഞു, പെട്ടെന്ന് ചോദിച്ചു, അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേ? അല്ല, നിനക്കറിയാലോ, ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. ആദർശ് ഒന്നും മിണ്ടിയില്ല. ആദർശ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആദർശിന് മോഹം കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയായിരുന്നു. ആദർശ് പോയ കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശനോട് പറഞ്ഞു, അവന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട് നയന ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ വേണം വസുന്ധരെ. കാരണം എന്താണെന്നറിയാവോ? നയനമോളുടെ വില എന്താണെന്ന് ഇവരെല്ലാം അറിയണം. കാരണം ഇവിടെ ഉണ്ട സമയത്ത് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന നയനമോള. അപ്പൊ എല്ലാവർക്കും ഒരു വേലക്കാരുടെ സ്ഥാനം മാത്രമായിരുന്നു അവൾക്ക് കൊടുത്തോണ്ടിരുന്ന എല്ലാവരും. പക്ഷേങ്കിൽ ഇപ്പോഴാണ് നയനമോൾ ഇല്ലാത്തതിന്റെ വില ഇവര് മനസ്സിലാകുന്നത്. അങ്ങനെ തന്നെ വിട്ടെ, കുറച്ച് ദിവസം കൂടെ ഇങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. ആദർശമോ തന്നെ അവളെ പോയി വിളിച്ചോണ്ട് വരുമെന്ന് പറയാണ്. പിന്നീട് ആദർശൻ രാവിലെ പോകണം. അപ്പൊ നയനുള്ള സമയത്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലെല്ലാം എടുത്ത് വെച്ച് വിളിക്കും. പക്ഷേങ്കിൽ ഇന്ന് ആ വിളിയൊന്നും വന്നില്ലല്ലോ. ആദർശ് നേരെ അടുക്കള അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം കനക അടുക്കള കിടന്ന് ജോലി ചെയ്യുന്ന കണ്ടു. ഈ സമയത്ത് ആദർശന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നവ്യനെ നോക്കാനായിട്ട് കനക വന്നതാണ്. പക്ഷേങ്കിൽ ഇപ്പം കനകയാണ് അടുക്കള കിടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കണേ. കനകയോട് ജോലി ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ, പക്ഷെങ്കിൽ രാവിലെ അടുക്കള കയറാനായിട്ട് ആരും ഇല്ല. ജലജയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് ജലജ കിടക്കുമായിരുന്നല്ലോ. പിന്നീട് ആദർശ് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. ദേവേനയുടെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ ദേവേനെ കിടക്കുമായിരുന്നു. പെട്ടെന്ന് ചോദിച്ചു, അമ്മ എന്ത് പറ്റിയമ്മേ? അമ്മയ്ക്ക് എന്തായാലും വയ്യായിക ഉണ്ടോ നോക്കിയേ? ദേഹം മുഴുവൻ വേദനയൊക്കെ ഉണ്ട്. അത് പതിവില്ലാത്ത വിധം എന്തായാലും ജോലി ചെയ്തോണ്ടാ. ഇന്നലെ മൊത്തം അടുക്കളയിലല്ലായിരുന്നോ? അന്നൊരു കാര്യം ചെയ്യാം, മീനാക്ഷി അടുത്തേനെ നമുക്ക് വിളിച്ചാലോ? മീനാക്ഷി അടുത്ത് ഇവിടെ വന്ന് നിൽക്കട്ടെ, ഇനി അവള് വരുന്നോടം വരെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാം. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കും ജലജയ്ക്കും ചെയ്യാനുള്ള ജോലിയൊക്കെ ഉള്ളൂ. അല്ല, ഇപ്പോഴാണെങ്കിൽ നയനയുടെ അമ്മ അടുക്കള ജോലി ചെയ്യുന്നുണ്ട്. ഓഹോ, അവൾ അടുക്കള കയറിയ രാവിലെ? അവളോട് ഞാൻ അടുക്കള കയറണ്ടെന്നാണല്ലോ പറഞ്ഞേ. എനിക്കും ജലജയ്ക്കും ചെയ്യാനുള്ള ജോലിയാണെന്നാണല്ലോ പറഞ്ഞേ. പിന്നെ എന്തിനാ അവൾ അടുക്കള കയറിയെന്ന് ചോദിക്കുക. അല്ലമ്മേ, ഇപ്പൊ അമ്മയ്ക്കും വയ്യല്ലോ. അപ്പം കനാൻറ്റി അവിടെ ജോലി ചെയ്യുന്നതല്ലേ നല്ലതാ. എന്തേലൊക്കെ ഉണ്ടാക്കട്ടെ. അല്ല, അമ്മേനെ കൊണ്ട് പറ്റില്ലോ എന്ന് പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കറിയാൻ ജോലിയൊക്കെ ചെയ്യാനായിട്ട് എന്നും പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം. അപ്പൊ ആദർശിന് മനസ്സിലായി അമ്മയുടെ ദേഷ്യം എന്താന്നുള്ളത്. നയനെ പോയിട്ട് നയനെ സ്വയം ഇഷ്ടപ്പെടാൻ തിരിച്ചു വരണം, അല്ലാതെ നയനെ വിളിക്കാനോ ഒന്നിനും അമ്മ തയ്യാറാവുന്ന കാര്യം ആദർശിന് മനസ്സിലായി. പിന്നീട് ആദർശിന് വല്ലാത്ത വിഷമായി. അമ്മയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കണ്ടിട്ട് ഇത്രയും കാലമായിട്ട് ജോലി ചെയ്യാതിരുന്ന പെട്ടെന്ന് ഇങ്ങനെ ജോലി ചെയ്തപ്പോൾ ശരീരത്തിനൊക്കെ വേദനയുണ്ട്. പക്ഷേങ്കിൽ തോറ്റു കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയുന്നില്ല ആരുടെ മുന്നിൽ. അതുകൊണ്ട് മാത്രമാണ് അമ്മ എഴുന്നേറ്റ് പോയി ജോലി ചെയ്യാനായിട്ടൊക്കെ പോകുന്നത്. പിന്നീട് ആദർശങ്ങൾ ഇന്ന് നയനെ വിളിക്കുക, ഒന്ന് വിളിച്ചു നോക്കാം അവളെ, ചിലപ്പോൾ അവൾ വന്നാലോ. അങ്ങനെ ഓർത്ത് വിളിക്കുകയാണ്. ഈ സമയം നയന ചോദിച്ചു, എന്താ ആദർശേട്ടാ വിളിച്ചേന്ന് ചോദിക്കണം. അല്ല, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് ചോദിക്കാണ്. അല്ല, ഞാൻ അങ്ങോട്ട് വരണോ? അല്ല, നിനക്ക് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഇങ്ങോട്ട് വരണ്ടെങ്കിൽ വരണ്ട, അത് പറയാൻ വേണ്ടി വിളിച്ചാ. വരണം നിർബന്ധമൊന്നുമില്ല എനിക്ക്. ഓ, ഇത് പറയാനാണ് എപ്പോഴും വിളിക്കുന്നത്. എപ്പോൾ വിളിച്ചാലും ഇത് മാത്രമേ പറയുന്നുള്ളൂ, വരണ്ടാന്ന്. ഈ വരണ്ടാന്ന് പറയാൻ വേണ്ടി വിളിക്കാനാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പറഞ്ഞു കേട്ടല്ലോ, ഇനി ഇങ്ങോട്ട് വിളിക്കണം. നമ്മൾ നയനെ അങ്ങോട്ട് കോള് കെട്ടിയാണ്. ആദർശന് വല്ലാത്ത വിഷമമായി പോയി. അങ്ങനെ പറയണ്ടായിരുന്നു. എപ്പോൾ വിളിച്ചാലും തനിക്ക് താന്നു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സ്വന്തം മനസാക്ഷി എന്നെ ആദർശനോട് സംസാരിക്കാൻ തുടങ്ങി. വേണ്ടായിരുന്നു.
അവളെ പോയി വിളിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ആദർശ് അങ്ങോട്ട് വരുമ്പോൾ ദേവേനെ താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് വരുവാണ്. അപ്പൊ ആദർശിനെ കണ്ടപ്പോഴേ പറഞ്ഞു, അതെ എനിക്ക് ആളുടെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നയനയ്ക്ക് വലിയ ഇതായിരിക്കും. അവളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അവളുടെ വിചാരം അവളില്ലെങ്കിൽ അനന്തപുരിലെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്നാ. അതൊക്കെ വെറുതെ അവളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അവളില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പൊക്കോളും. ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ അതിന്റെ പേരിൽ ഇനിയിപ്പൊ നയനെ വിളിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ പിന്നെ ഇവിടെ ചിലർക്കൊക്കെ അവൾ ഇവിടെ വേണമെന്നൊക്കെ ആഗ്രഹങ്ങൾ കാണും. പിന്നെ മുത്തശ്ശിയുടെ കാര്യം നിനക്കറിയാലോ നിന്റെ. കാരണം അവർക്ക് നയനെ ഇവിടെ ഇല്ലേ പറ്റത്തില്ല. നിന്റെ മുത്തശ്ശൻ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട്. അത് അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവളെ ജാടയിട്ട് അവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ നിന്റെ മുത്തശ്ശൻ ഉള്ളതുകൊണ്ട് എങ്ങനെയാണെങ്കിലും അവളെ അവിടെ നിർത്തില്ല എന്നറിയാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ തിരികെ വിളിച്ചോണ്ട് വരുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അവൾ അങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൾ ഇത്രയും ജാട കാണിച്ച് അവിടെ പോയി നിൽക്കത്തില്ല. പിന്നെ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പോയതല്ലേ. അവൾ എത്ര ദിവസം വെള്ളം നിൽക്കട്ടെ, നീയും വിളിക്കാൻ പോകണ്ടെന്ന് പറയാണ്. ആദർശ് അമ്മേ നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാണ്. ആദർശ് പെട്ടുപോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പിന്നീട് ദേവേനയും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അപ്പൊ കനക രാവിലെ അടുക്കള ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കണോ. അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, നിന്നോട് ആരാ രാവിലെ അടുക്കള കയറാൻ പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല ദേവേനി, അടുക്കള രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണ്ടേ? അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം, പറഞ്ഞു കേട്ടല്ലോ. അങ്ങോട്ട് പൊക്കോ. ഇനിയിപ്പോ അത് മതി ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാകാനായിട്ട്. അച്ഛനും അമ്മയെല്ലാം കണ്ടുവന്നിട്ടാണ് ഞങ്ങളെ ചീത്ത പറയുന്നത്. നിന്നോട് പറഞ്ഞില്ല അടുക്കള കയറണ്ടാന്ന്. ഓ ശരിയെന്ന് പറഞ്ഞിട്ട് കനയോണ്ട് മാറിപ്പോവാണ്. പിന്നീട് നേരെ ജലജേനെ വിളിക്കാനായിട്ട് ദേവേനയും കൂടി ചെല്ലുവാണ്. ജലജാനെ മുറിയിലേക്ക് വേണം. ജലജ താഴേക്ക് ഇറങ്ങി വന്ന് പോലും ഇല്ലായിരുന്നു. ജലജാനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം, ഇറങ്ങി വരാൻ പറയണം. എന്നെക്കൊണ്ട് വയ്യ ഏട്ടത്തി, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മടുത്തുപോയി. ആകെപ്പാടെ ദേഹം ആസകലം വേദന അറിയാവോ. ഒരു കാര്യം ചെയ്യാം, ആ മീനാക്ഷിയെ ഞങ്ങൾ തിരിച്ചു വിളിക്കുക. അല്ലാതെ ഒരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെക്കൊണ്ട് പറ്റില്ല അടുക്കള കിടന്ന് എല്ലാവർക്കും വെച്ചു വിളമ്പാനെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല പറഞ്ഞേ. ഇന്നലെ നമ്മൾ പറഞ്ഞതല്ലേ എല്ലാവർക്കും കൂടെ ഉള്ള ഫുഡ് നമുക്ക് തന്നെ ഉണ്ടാക്കാന്നൊക്കെ. മീനാക്ഷിനെ വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞല്ലേ. പിന്നെ എങ്ങനെയാണ് അവരെ വിളിക്കുന്നത്? ഓ ഇതിനേക്കാളും ഭേദം നയന ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു. നയന ഉള്ളപ്പോഴാണ് എനിക്ക് ഒരു കാര്യം അറിയണ്ടായിരുന്നു. ജലജ പറയാം, ഓഹോ അപ്പൊ നിനക്ക് അവളെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാത്തതിന്റെ കുഴപ്പമാണെന്ന് ചോദിക്കും. അല്ല ഏട്ടത്തി, അവൾ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇത് വല്ലതും അറിയുന്നുണ്ടായിരുന്നോ? കൈ കഴിഞ്ഞിട്ട് പോയി ഇരിക്കത്തല്ലേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലോ ഇത്രയും പണിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്റെ പൊന്നോ, അവൾ ഒറ്റയ്ക്ക് എങ്ങനെ ഈ വീട്ടിൽ ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ? ഒരു സമാധാനം ഇല്ലെന്ന് പറയണം. ഈ സമയത്താണ് നവ്യ എന്നോട് വരുന്നത്. നവ്യ കേട്ട് ഈ പറയണേ. നവ്യ പെട്ടെന്ന്, ഓ ഇപ്പം മനസ്സിലായ നയനയുടെ മഹത്വം എന്താന്ന്. ആ പറയാൻ പറ്റിയ മുതല. നീ ഇന്ന് വരെ അടുക്കള കയറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അവളൊരു പറച്ചിലും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. നവ്യനെ കുറ്റപ്പെടുത്തണം. നവ്യ പറഞ്ഞു, ഞാനിപ്പോ ഗർഭിണി അല്ലാതെ ഞാൻ എല്ലാ പണികളും ചെയ്തേനം. ജലജ പറഞ്ഞു, ചെയ്തേനം. അവൾ അവിടെ കാലുമേ കാലം കയറ്റി വെച്ച് കഴിക്കുള്ളൂ. കുടിക്കുന്ന ചായ ഗ്ലാസ് പോലും കൊണ്ടേ വെക്കില്ല. എന്നിട്ട് അവള് വലിയ വർത്താനം പറയണേന്ന് പറയാം. അതെ എന്നോടിപ്പം മുത്തശ്ശനും പറഞ്ഞ എന്താണെന്നറിയാവോ? ഒരു പണിയും ചെയ്യണ്ട, ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞേ. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. പിന്നെ എന്റെ കാര്യം നോക്കാനായിട്ട് എന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്റെ കാര്യങ്ങളൊക്കെ എന്റെ അമ്മ നോക്കിയോളൂ. പിന്നെ നിങ്ങളാരും നോക്കണ്ടെന്ന് പറയാ. ഇപ്പൊ എനിക്കിനിയിപ്പോ ഫുഡ് ഉണ്ടാക്കി തരാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണേ വേണ്ട, എനിക്കുള്ള ഫുഡൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കി തന്നോളൂ എന്ന് പറയണം. നിങ്ങൾ നിങ്ങളുടെ മകന്റെ കാര്യവും ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയാൽ മതി എന്ന് ജലജയോട് പറയാം. ജലജ ആകെപ്പാടെ പെട്ടുപോയി. ഇവളോട് പറഞ്ഞു ജയിക്കാൻ പറ്റില്ലെന്ന് ജലജയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് നവ്യയോട്. നയനെ പോലെയല്ല, ഇടുത്തടിച്ച പോലെ നവ്യ വർത്താനം പറയും, മുഖം തോക്കത്തില്ല. പ്രത്യേകിച്ച് ജലജയോടും അഭിയോടും. പിന്നീട് ജലജ പറഞ്ഞു, അവളുടെ അഹങ്കാരം കണ്ടില്ല, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കുറച്ചു ദിവസമായിട്ട് അവൾക്ക് അഹങ്കാരം തുടങ്ങിയിട്ട്. ദേവേന ഇപ്പൊ ഒന്നും മിണ്ടാൻ പോകണ്ട, അവസരം കിട്ടുമ്പോൾ നമുക്ക് എന്താന്ന് ചെയ്യാന്ന് പറയണം. ഇവറ്റകൾ രണ്ടുപേരും ഇങ്ങോട്ട് കയറി വന്ന ഏട്ടത്തി നമ്മുടെ കഷ്ടകാലം തുടങ്ങിയത്. ഒരുത്തി പോയി ഇവളെയും കൂടെ അങ്ങോട്ട് അടിച്ചിറക്കുവാണ് സമാധാനം ഉണ്ടായിരുന്നു മനുഷ്യന്. ഈ സമയം ദേവേന പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണ് ജലജെ. അവളുടെ വയറ്റൊരു കുഞ്ഞുണ്ട്, ആ ഒരു ചിന്ത നിനക്ക് വേണമെന്ന് പറയാം. കുഞ്ഞ് അതിനെക്കുറിച്ചൊന്നും മിണ്ടായിരിക്കുന്ന പേരെന്ന് പറയാം. നീ വാ, ഇനി ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് അച്ഛനും അമ്മയ്ക്കും അങ്ങ് നേരത്തെ ഫുഡ് കൊടുക്കണ്ട വരാനും പറഞ്ഞുകൊണ്ട് ജലജ വിളിച്ചുകൊണ്ട് ദേവേനെ ഇങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആദർശിന് വല്ലാത്തൊരു ടെൻഷൻ. നയനയുടെ അടുത്ത് പോയാലോ, അവളെ ഒന്ന് പോയി കണ്ടാലോ? കാണാതിരിക്കാൻ പറ്റുന്നില്ല. എന്തോ മനസ്സിന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. അവള് ഇവിടെ ഉണ്ടായിരുന്നിപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. മുറിയിലേക്ക് കയറാൻ പോലും പറ്റുന്നില്ല. മുറിയിലേക്ക് കയറി കഴിയുമ്പോൾ നയനയുടെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ഫീലിങ്സ്. അതുകൊണ്ട് അങ്ങോട്ട് പോയാലും ഇനിയിപ്പോൾ വിളിക്കണ്ട, ഇനിയിപ്പോൾ അമ്മയോട് പറയാൻ വേണ്ട. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കത്തില്ല. ഇപ്പം താൻ പോയി വിളിച്ചാൽ അവൾ വരുവാണെങ്കിൽ നല്ല കാര്യമല്ലേ? ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ആകുകയും ചെയ്യും. അങ്ങനെ ആദർശ് രണ്ടും കൽപ്പിച്ച് നയനെ വിളിക്കാനായിട്ട്
പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.